ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് നമ്മുടെ ഒരു വെറൈറ്റി പോള റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് പോളകൾ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓംപ്ലേറ്റ് പോള കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ബീഫാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബീഫ് ഫ്രൈ എടുത്തിട്ട് ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ അടുത്തുണ്ട്. ബീഫോ ചിക്കനോ ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നോർമൽ ഫ്രൈ ചെയ്തിട്ടാണ് കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടുള്ളത്, വേവിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല. വീട്ടിൽ ചിക്കൻ ഫ്രൈ ഒക്കെ പൊതുവേ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പീസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു പോള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1-2 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാൻ നല്ല തിക്കായിട്ട് കുറച്ച് മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് പാലിൻ്റെയോ മുട്ടൻ്റെയോ ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ പാല് വെച്ചിട്ടില്ല, അടിച്ചിട്ടില്ല. അതിൻ്റെ ഓൾറെഡി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതാണ്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ് തന്നെ അടിച്ചെടുക്കുക കേട്ടോ. അത് 1-2 സ്പൂണായിട്ട് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും മിക്സ് ആകുന്ന സമയത്ത് എത്രത്തോളം വേണം എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി ബീഫിൽ ഉപ്പുണ്ട്, മയോണൈസിൽ അത്യാവശ്യം ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് കറക്റ്റായിട്ടുള്ള ഉപ്പായിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതിടുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് മസാല വേണ്ടത്. ഇത്രയും മയോണൈസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്കുള്ള ചെറിയൊരു ഓംപ്ലേറ്റ് മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ബൗളിലേക്ക് 4 മുട്ടയ്ക്ക് 4 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിന് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ അല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഏതാണോ ഇഷ്ടമുള്ളത്, ഏതിൻ്റെ ഫ്ലേവറാണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള വെജീസ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1-2 പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും രണ്ടും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ വെജീസിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. കുറച്ച് വേണ്ടവർക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോളയുടെ ബാറ്റർ എന്ന് പറയുന്നത് കേട്ടോ, ഓംപ്ലേറ്റ് മിക്സ്. അപ്പോൾ രണ്ടും റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോള റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ നെയ്യാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഓംപ്ലേറ്റിൻ്റെ മിക്സില്ലേ അത് ആദ്യം തന്നെ നേരെ പകുതിയായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് പാനിൽ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, ആ ഒരു ഫില്ലിങ്ങും നിങ്ങൾക്ക് എത്രത്തോളം വേണം അത് ഇതിൻ്റെ മിഡിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് എനിക്ക് ഇതുപോലത്തെ ഈ ഒരു സൈസിലുള്ള 2 പോളയൊക്കെ റെഡിയാക്കാനുള്ളതുണ്ട് കേട്ടോ. മുട്ടയുടെ മിക്സ് വീണ്ടും കലക്കണം. എന്നിട്ട് ഫില്ലിങ് 2 എണ്ണത്തിനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പോള എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. കാരണം കുറച്ച് ബീഫൊക്കെ ഉണ്ട്, ബാക്കിയായ ബീഫൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ട് എന്നൊക്കെ പെട്ടെന്ന് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതുപോലെ ഫില്ലിങ് നിരത്തി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഓംപ്ലേറ്റ് മിക്സ് ഇല്ലേ നേരെ പകുതിയോളം വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ഒരു ഐറ്റംസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, എല്ലാം കൂടിയിട്ടുള്ള മിക്സായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇനി ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 20 to 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുട്ടയൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ അപ്പോഴും തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേണമെന്നുണ്ടെങ്കിൽ വെക്കുക. കാരണം ഓരോ ഫ്ലെയിമിൻ്റെയും പാത്രത്തിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് ടൈമിങ്ങിൽ വ്യത്യാസം വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇത് നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തുറന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 2 മിനിറ്റും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫുള്ള് സെറ്റായി, സൈഡൊക്കെ കണ്ടില്ലേ, ചെറിയൊരു ഗ്യാപ്പ് വരും കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക.
അങ്ങനെ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അങ്ങനെ അടിക്കോ പിടിക്കോ കരിയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ച് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു പോള ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ ബീഫോ ചിക്കനോ ബാക്കി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ നമുക്കിത് ചെയ്യാം കേട്ടോ. ഓംലെറ്റ് പോള പ്ലെയിൻ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇതാ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ല, നല്ല ടേസ്റ്റുള്ള ഒരു പോള. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്